നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഇത് പാരായണം ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും വിശ്വാസികൾ ഒരിക്കൽ ഒരുമിച്ച് കൂടുന്ന മഹാരീതിയിൽ അല്ലാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഗാശിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എന്തിനാണ് ഈ ജീവിതത്തിന്റെ ജനനമൃതികളുടെ ഇടകളിലൂടെ നടന്നു പോകുന്ന ജീവിതത്തിൽ ഒരു തുച്ഛമായ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തരികയും ആ ആയുസിന്റെ ഉള്ളിൽ പരമാവധി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭൗതികമായ ജീവിതത്തിന്റെ നാട്യനടലുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യനോട് ആ ഒരാഴ്ചകൾക്കുള്ളിൽ അവൻ ധാരാളം പ്രവർത്തനങ്ങൾ അവന്റെ വാക്കുകൊണ്ടും അവന്റെ കൈകൊണ്ടും ഹൃദയം കൊണ്ടും ധാരാളം പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, നബിയേ ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയെത്തിയോ നബിയേ? ഇനി വരാനിരിക്കുന്ന, ഇനി നമ്മൾ കാണാനിരിക്കുന്ന, നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു മഹാസംഭവം വരാനിരിക്കുന്നുണ്ട്. ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ചുള്ള വൃത്താന്തം അങ്ങേക്ക് വന്നിട്ടില്ലയോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ മഹാസംഭവത്തിന്റെ പൊരുളുകൾ അറിയുന്നില്ലയോ സഹോദര? വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി, പവിത്രമായ ജുമുഅക്ക് വേണ്ടി പള്ളിയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം നമ്മുടെ മുമ്പിൽ നിന്ന്, അത് മണപ്പള്ളി ജുമുഅ മസ്ജിദിലാവട്ടെ, ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജുമുഅകളിലാകട്ടെ, രാഷ്ട്രീയ തലങ്ങളിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ജനീവയിലും സുഡാനിലും എന്നു വേണ്ട ലോകത്ത് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന കരീബിയൻ രാഷ്ട്രത്തിൽ പോലും ഏത് ഭാഷ സംസാരിക്കുന്ന ഇമാമാവട്ടെ, അയാൾ മലയാളം പറയുന്നവനാവട്ടെ, തമിഴ് പറയുന്നവനാവട്ടെ, ഹിന്ദി പറയുന്നവനാവട്ടെ, അങ്ങകലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിലെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ എന്ന് വേണ്ട ഏത് ഭാഷകൾ സംസാരിക്കുന്ന ഇമാമാണെങ്കിലും ആ ഇമാമെല്ലാം ഒരേ ഭാഷയിൽ ഒരേ